The quality of your emotions decide the quality of your life. വീണ്ടും ഒരു വനിതാ ദിനം. ഈ വനിതാ ദിനത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടുന്ന വിഷയം ഇത് തന്നെയല്ലേ? നമ്മളുടെ സ്ത്രീകളുടെ വൈകാരിക തലം ഇന്ന് എവിടെ നിൽക്കുന്നു? വൈകാരിക തലത്തിന് വളരെ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ പല ചതിക്കുഴിയിലേക്കാണ് ഇന്ന് സ്ത്രീകൾ പോയി വീഴുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ഇന്റിമേറ്റ് പാർട്ട്നേഴ്സിനാൽ കൊല്ലപ്പെടുന്ന സ്ത്രീകളുടെ എണ്ണം നമ്മളുടെ നാട്ടിൽ കൂടി വരുന്നു. എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ വൈകാരിക അവസ്ഥ അല്ലെങ്കിൽ വൈകാരിക ആരോഗ്യം, മാനസികാരോഗ്യം ഇത്രയും താണു പോകുന്നത്? മറ്റൊന്നുമില്ല, ഒരു പ്രധാന കാരണം വർക്ക് ലൈഫ് സ്ട്രെസ് തന്നെയാണ്. വർക്കും ലൈഫും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കാത്ത വിധമുള്ള സ്ട്രെസ്. അതുകൊണ്ട് ഈ ഇന്റർനാഷണൽ വിമൻസ് ഡേയിൽ എൻ്റെ മെസ്സേജ് കൂടുതലും സ്ത്രീകളെക്കായാലും പുരുഷന്മാരോടാണ്. നിങ്ങൾ ഈ മെസ്സേജ് കഴിയുന്നത്ര നിങ്ങളുടെ പങ്കാളികൾക്കും മറ്റുള്ളവർക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് നമ്മളുടെ കേരളത്തിൻ്റെ ഒരു ഡൊമസ്റ്റിക് എൻവയോൺമെന്റിൽ ഞാൻ പറയും, അടുക്കളകൾ സ്ത്രീകൾക്ക് മാത്രമുള്ളതല്ല. അടുക്കളകൾ നമ്മൾക്ക് എല്ലാവർക്കും, പുരുഷനും സ്ത്രീക്കും ഒരുപോലെയുള്ള ഇടമായി മാറണം. അതുപോലെ തന്നെ പൊതു ഇടങ്ങൾ പുരുഷന്മാർക്ക് മാത്രമുള്ളതല്ല, അത് സ്ത്രീക്കും കൂടെ ഉള്ളതാണ്. ഇങ്ങനെ എല്ലാ ഇടങ്ങളിലും നമുക്ക് തുല്യത പങ്കുവെക്കാൻ സാധിക്കുമ്പോൾ കുറച്ച് വർഷങ്ങൾക്കകം തന്നെ ഇങ്ങനെയൊരു ഡേ ആചരിക്കേണ്ടുന്ന കാര്യം പോലും ഇല്ലാത്ത ഒരു രീതിയിലേക്ക് സ്ത്രീ പുരുഷ ഒരു ബഹുമാനം ഒന്നായി തീരുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനായി നമുക്ക് എല്ലാവർക്കും എല്ലാ ഇടങ്ങളും തുല്യമാക്കി എല്ലാവരുടെയും വർക്ക് ലൈഫ് ബാലൻസ് ഏറ്റവും നന്നായി കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും വീണ്ടും ഒരു ഹാപ്പി വിമൻസ് ഡേ. താങ്ക് യു.